ഫ്രണ്ട്സ്, വെൽക്കം ടു പ്ലംബിക്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു പേളിൻ്റെ ബട്ടർഫ്ലൈ ഹെഡ് ബാൻഡ് ഉണ്ടാക്കാം. അതിനായിട്ട് ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഹെഡ് ബാൻഡ് ഇത് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ ചോദിച്ചാൽ കിട്ടും. പിന്നെ ഇത് ഞാൻ ഓൺലൈനായിട്ട് പ്രിൻ്റ് എടുത്തതാണ്, ഓൺലൈൻ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തതാണ് നമ്മുടെ സാധാ ഒരു പേപ്പറിൽ. പിന്നെ ഇത് ഫെൽറ്റ് ഷീറ്റാണ്. ഈ ഫെൽറ്റ് ഷീറ്റിൽ നമ്മൾ ബട്ടർഫ്ലൈയുടെ ഷേപ്പ് വരച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് ബീഡ്സിൻ്റെ ആവശ്യമുണ്ട്. ബീഡ്സിൻ്റെ സൈസും ഷേപ്പും ഒക്കെ ഞാൻ വഴിയെ പറയാം. അപ്പം ഇതേപോലെ ഫെൽറ്റ് ഷീറ്റിൽ വരച്ച് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അതേ ഷേപ്പ്. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈ ഷേപ്പ് ഇപ്പോൾ പ്രിൻ്റ് ചെയ്തെടുത്ത പോലെ തന്നെ ഒരുപാട് ഷേപ്സ് നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഷേപ്സ് പ്രിൻ്റ് എടുക്കുക. സാധാ പേപ്പറിൽ തന്നെ പ്രിൻ്റ് എടുത്ത് ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അല്ലാതെ ഷോപ്പിൽ പോയി പൈസ കൊടുത്ത് ടെംപ്ലേറ്റ്സ് മേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈക്ക് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ആ എഡ്ജസിലെല്ലാം ഇതേപോലത്തെ സ്റ്റോൺ ലേസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് അകത്ത് നമുക്ക് ബീഡ്സ്, പേളിൻ്റെ ബീഡ്സ് വെച്ച് കൊടുക്കാം. B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ എഡ്ജസിലെല്ലാം ഗ്ലൂ തേച്ച ശേഷം ഇതേപോലെ സ്റ്റോൺ ലേസ് കണ്ട കറക്റ്റ് ഷേപ്പിൽ ഇങ്ങനെ ആക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ ബട്ടർഫ്ലൈയുടെ ഷേപ്പിനനുസരിച്ച് ലേസ് എഡ്ജസിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നടുക്ക് എന്ത് വെച്ച് കൊടുക്കാം, ബീഡ്സ്, പേളിൻ്റെ ബീഡ്സ് വെച്ച് കൊടുക്കാം. സോ നമ്മൾ മിഡിലിൽ എല്ലായിടത്തും പേൾസ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, പേൾസ് വെച്ച് കവർ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലായിടത്തും ഒന്ന് ഗ്ലൂ തേച്ച് കൊടുക്കുക ഇതേപോലെ. ഓക്കെ, ഇപ്പം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ബീഡ്സ് എന്ന് പറയുന്നത് 6 mm ഫ്ലാറ്റ് ബീഡ്സ്, അതായത് അടിഭാഗം ഫ്ലാറ്റ് ആയിട്ടുള്ള ബീഡ്സും പിന്നെ 2 mm നമ്മുടെ സാധാ റൗണ്ട് ബീഡില്ലേ, ചെറിയ ഹോളൊക്കെ ഉള്ള ആ ബീഡുമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്ലാറ്റ് ബീഡ്സ് കയ്യിലുള്ളവർ ആ 2 mm ഈ ഫ്ലാറ്റ് ബീഡ്സ് തന്നെ യൂസ് ചെയ്താൽ മതി. റൗണ്ട് ബീഡ്സിന് പകരം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഈ ചെറിയ ബീഡ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 6 mm ഫ്ലാറ്റ് ബീഡ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇടയ്ക്കൊരു ചെറിയ ഗ്യാപ്പ് പോലെ തോന്നും. അപ്പം അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഈ ബീഡ്സിൻ്റെ സൈസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം കേട്ടോ. ഞാനിപ്പം എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ചെയ്തതാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് ചെയ്യാം. ഇപ്പം ഈ ഒരേ സൈസ് തന്നെ യൂസ് ചെയ്യാതെ പല സൈസസ് ഇടയ്ക്കിടയ്ക്ക് കൊടുത്ത് അങ്ങനെയും ചെയ്യാം, പല രീതിയിൽ ചെയ്യാം. ഇപ്പം ഞാൻ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ഈ ബീഡ്സ് എങ്ങനെ വെക്കുന്നതെന്ന് ഒന്ന് ഏകദേശം കണ്ടല്ലോ. അപ്പോൾ ഫുള്ള് കാണിച്ച് വെറുതെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. അപ്പോൾ ബോയുടെ എവിടെ വെച്ചാൽ ഭംഗി കിട്ടും എന്ന് നോക്കാം നമുക്ക്. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ വെക്കുമ്പോഴത്തേക്ക് കുറച്ച് ഭംഗിയുണ്ട്. അപ്പം അത്രയും ഒരു വിട്ടിലാണ് നമുക്ക് ആ ഡിസൈൻ വരുന്നത്. അപ്പം ആ ഭാഗം മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി ഭാഗത്ത് നമുക്ക് 6 mm തന്നെ ഫ്ലാറ്റ് ബീഡ്സ് ഇതേപോലെ വെച്ച് കൊടുക്കാം ഗ്ലൂ ഒട്ടിച്ചിട്ട്. ഇപ്പോൾ ബീഡ്സ് ഇല്ലാതെ ആ ഡിസൈൻ മാത്രം ഈ ബോയിൽ വെച്ച് കൊടുത്താലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം ഞാൻ ബീഡ്സ് ഇവിടെ വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ, കുറച്ചൊരു റിച്ച് ഫീലിംഗ് വരാൻ വേണ്ടിയിട്ട്. ബീഡ് ഇല്ലാതെയും നല്ല ഭംഗിയുണ്ടായിരുന്നു. സോ ഇതേപോലെ ബോസ് ഫുള്ള് ബീഡ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആ ബട്ടർഫ്ലൈ വെക്കേണ്ട ഏരിയ ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പേൾസ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു ബാൻഡിൽ. ഇനി നമുക്ക് ആ ഗ്യാപ്പിൽ നമ്മുടെ ബട്ടർഫ്ലൈനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായാലും ഒരു 3-4 minutes എടുക്കുക നന്നായിട്ടൊന്ന് ഒട്ടി വരാനായിട്ട്. കണ്ടോ, ഒരു 15-20 minutesനുള്ളിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. അപ്പം ഇതേപോലത്തുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയോട്ട് ജോയിൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബട്ടർഫ്ലൈ ഹെഡ് ബാൻഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കണം കേട്ടോ, ഇഷ്ടപ്പെട്ടു എന്നുള്ളത്.